ഞങ്ങൾ ഈ ഷോപ്പ് ഏറ്റെടുക്കുന്ന മുന്നേ ഫസ്റ്റ് വന്ന് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയലൊന്നും നമുക്ക് അത്ര കണ്ട് തൃപ്തിയായില്ല, അതിൻ്റെ ആംബുലൻസും കാര്യങ്ങളൊന്നും അത്ര തൃപ്തിയായില്ല. പിന്നെ ഞങ്ങൾ ഏറ്റെടുത്തപ്പോൾ ഞങ്ങളുടെ മൈൻഡിൽ എപ്പോഴും പർപ്പിളും എൻവിസൈനാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഒരു തൃപ്തി നമുക്ക് ഓൾറെഡി ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ എന്താകുന്നത് അവരെ പർപ്പിൾ ഷാമിലിനെയും ഇവരൊക്കെ ബന്ധപ്പെടുന്നത്. When we came here for the first time, it was really dark. The ambience was dark brown everywhere, and we need some lights. We need to bring some lights. So our subject was like an olive plant, and we brought some soft pastel green, some wooden elements, and obviously our light ash tone. That's what really made this so beautiful. ബന്ധപ്പെട്ട് അവർക്ക് നമ്മളെ കൺസെപ്റ്റ് നമ്മളൊരു ഐഡിയ ഉണ്ടായിരുന്നു, നമുക്കൊരു എന്താ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് നമുക്കൊരു മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് അവരോട് പറഞ്ഞത് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് എന്തൊക്കെ അവർ ഡിസൈൻ കൊണ്ടുതന്നപ്പോൾ തന്നെ നമുക്ക് അതെന്താ തൃപ്തിയായി. പിന്നെ നമ്മൾ അവർക്ക് കൊടുത്ത്, പക്ഷെ എത്രയും ഷോർട്ട് ടൈമിൽ തന്നെ, അതായത് പെട്ടെന്ന് തന്നെ അവർ ഇത് നമുക്ക് ഡിസൈൻ ചെയ്ത് നമ്മുടെ പണി കഴിപ്പിച്ച് തന്നെ. അവരെയും നമ്മളെയും മനസ്സിലുണ്ടായിരുന്ന ഒരു മിനിമമായിട്ടുള്ള ഡിസൈൻ ഏത് രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു നമ്മൾ മൈൻഡിലുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഒലീവ് തീമിലേക്ക് പോകണം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്തിയപ്പോൾ നമ്മൾ വളരെ മിനിമലായിട്ടുള്ളൊരു ഡിസൈനിലേക്കാണ് നമ്മൾ അതിനെ വർക്കൗട്ട് ചെയ്തത്. നമ്മളതിൽ ബേസിക്കലി ആ ഒ എന്നുള്ള ലെറ്ററിൽ നിന്നുകൊണ്ടാണ് അതിൻ്റെ ലോഗോ ഡെവലപ്പ് ചെയ്തെടുത്തത്. ആ രീതിയിലാണ് അതിൻ്റെ ഡിസൈൻസിൻ്റെ പാറ്റേൺ ഫുള്ള് പോയത്. This is the perfect material that we found for the restaurant. Actually, this is durable and this is waterproof, fire retardant and scratch proof. We can wash even hot water. Our theme was an olive plant. So through the frames, we try to communicate the language of a plant, the leaves, the branches, and this tell us a story, olive garden, how it is.